നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായി അവരിലേക്ക് ആകർഷിക്കപ്പെടാറുണ്ട്. അവർ പ്രത്യേകമായി ഒന്നും പറയുന്നില്ല. അവർ അത്യന്തം സൗന്ദര്യമുള്ളവർ ആയിരിക്കണമെന്നുമില്ല. പക്ഷേ അവരുടെ സാന്നിധ്യത്തിന് ഒരു ശക്തിയുണ്ട്. അവരെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന്. ആ ആകർഷണമാണ് അവരുടെ ഓറ. നമ്മുടെ ചിന്തകളും വികാരങ്ങളും ആത്മവിശ്വാസവും ചേർന്നുണ്ടാകുന്ന ഒരു ഊർജ്ജ വലയമാണ് ഓറ. നിങ്ങളുടെ ഓറ ശക്തമാകുമ്പോൾ ആളുകൾ നിങ്ങളെ ആദരിക്കും. അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങളുടെ പ്രസൻസ് കൂടുതൽ ശക്തമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തും എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയും. ഈ വീഡിയോയിൽ നിങ്ങളുടെ ഓറ എങ്ങനെ ശക്തമാക്കാമെന്നും അതിലൂടെ ജീവിതത്തിൽ വിജയം, സന്തോഷം, സമൃദ്ധി എന്നിവ എങ്ങനെ നേടിയെടുക്കാമെന്നും നമുക്ക് നോക്കാം. എന്താണ് ഓറ? ഓറ എന്നത് നമ്മുടെ ശരീരത്തെ ചുറ്റിപ്പറ്റിയുള്ള സൂക്ഷ്മമായ ഊർജ ഫീൽഡാണെന്ന് പല ആത്മീയ പാരമ്പര്യങ്ങളും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥ അത് പുറത്തേക്ക് പ്രകടമാകുന്നതിനെയാണ് ഓറ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു ആത്മവിശ്വാസമുള്ളവനാണെങ്കിൽ, മനസമാധാനമുള്ള ഒരു സന്തോഷമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ എനർജി എന്താണ് മറ്റുള്ളവർക്കും അനുഭവപ്പെടും. മറ്റുള്ളവർക്കും എന്താണ് ആ സന്തോഷവും ഒരു സമാധാനവും ഒരു ആത്മവിശ്വാസവും ഒക്കെ നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളുമായി സംസാരിക്കുമ്പോൾ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയം, ആശങ്ക, ആത്മവിശ്വാസക്കുറവ്, നെഗറ്റീവായ ചിന്തകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതും എന്താണ് മറ്റുള്ളവർക്ക് അനുഭവപ്പെടും. നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ, നിങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ അവർക്കും എന്താണ് ഒരു ആത്മവിശ്വാസക്കുറവും ഒരു ഭയവും ഒക്കെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഓറ എന്നത് ഒരിക്കലും നിങ്ങളുടെ ഒരു എനർജി മാത്രമല്ല, അത് നിങ്ങളുടെ എനർജി സിഗ്നേച്ചറാണ്. ഇനി നമ്മൾ കാണുന്ന എല്ലാ വ്യക്തികളുടെയും ഓറ ഒരുപോലെ ആയിരിക്കില്ല. ചില വ്യക്തികൾ വളരെ ശക്തമായ ഓറ ഉള്ളവരായിരിക്കും. എന്നാൽ ചിലരുടെ ഓറ ദുർബലമായിരിക്കും. ശക്തമായ ഓറ ഉള്ളവരെ തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ആദ്യത്തേത്, അവർ ശാന്തരായിരിക്കുമെന്നുള്ളതാണ്. അതെ, അവർ ആവശ്യമില്ലാതെ ഇങ്ങനെ അധികം സംസാരിക്കാറൊന്നുമില്ല. പക്ഷെ അവരുടെ ഓറ ശക്തമായിരിക്കും. അവർ സംസാരിക്കാത്തത് തന്നെ എന്താണ് അവരിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടും. അടുത്തത്, ആത്മവിശ്വാസം അവരുടെ മുഖത്ത് പ്രകടമായിരിക്കും എന്നുള്ളതാണ്. അടുത്തത്, അവർ മറ്റുള്ളവരെ ബഹുമാനിക്കും. ബഹുമാനിക്കുന്ന കൂട്ടരായിരിക്കും. ആരെയും വില കുറച്ച് കാണുന്ന ആളുകളായിരിക്കില്ല. പിന്നെ അടുത്തത്, അവരുടെ കണ്ണുകളിൽ എന്താണ് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അവർക്ക് സമീപം നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീല് നമുക്കും ലഭിക്കും. അടുത്തത്, അവർക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു ലീഡർഷിപ്പ്, ഒരു നയിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കുന്നതാണ്. പിന്നെ അവരുടെ പ്രസൻസ് ഒരു മറക്കാൻ പറ്റാത്തതായിരിക്കും. ഇനി നമ്മുടെ ഓറയെ ദുർബലമാക്കാനായിട്ട് കുറേ ഘടകങ്ങളുണ്ട് ദുർബലമാക്കുന്ന. ആ ദുർബലമാക്കുന്ന കുറേ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിരന്തരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ആത്മവിശ്വാസക്കുറവ്, കുറ്റബോധം, ഉറക്കമില്ലായ്മ, അനാരോഗ്യകരമായ ഭക്ഷണം, വിഷമകരമായ ബന്ധങ്ങൾ, സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, പിന്നെ എന്താ മറ്റുള്ളവരുമായി നിരന്തരം നമ്മളെ താരതമ്യം ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ് നമ്മുടെ ഓറയെ ക്ഷയിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഇനി ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ ഓറയെ ശക്തമാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ഓറയെ ശക്തമാക്കി നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ഓറയെ ശക്തമാക്കാനുള്ള 10 മാർഗങ്ങൾ, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലാദ്യത്തേത് പോസിറ്റീവ് തോട്ട്സ് ആണ്. അതായത് പോസിറ്റീവ് മൈൻഡ് സെറ്റ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളുടെ റിഫ്ലക്ഷൻ ആണ്. നിങ്ങൾ ദിവസം മുഴുവനും എനിക്ക് കഴിയില്ല, ഞാൻ പോരാ, എനിക്ക് ലക്കില്ല എന്നിങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ആ എനർജി തന്നെയാണ് നിങ്ങളുടെ ഓറയിൽ റിഫ്ലക്റ്റ് ചെയ്യുക. എന്നാൽ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ എന്താണ് മാറാൻ തുടങ്ങും. പോസിറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മുഖത്ത് ഒരു കോൺഫിഡൻസ് കൊണ്ടുവരും. നിങ്ങളുടെ കണ്ണുകളിൽ എന്താണ് ഒരു കൃത്യത ഉണ്ടാക്കും.
ആളുകൾക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നല്ലൊരു എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഓരോ ദിവസവും രാവിലെ പോസിറ്റീവായ തോട്ട്സ് കൊണ്ട് ദിവസം തുടങ്ങുക. അടുത്തത് മെഡിറ്റേഷൻ, അതെ, ധ്യാനം. ഇന്നത്തെ ലോകത്ത് നമ്മുടെ മൈൻഡ് ഒരിക്കലും സൈലന്റ് അല്ല. കോൺസ്റ്റന്റ് ആയ തോട്ടുകളും സ്ട്രെസ്സും ഓവർ തിങ്കിങ്ങും ഒക്കെ നമ്മുടെ ഓറയെ വീക്കാക്കും. മെഡിറ്റേഷൻ കൊണ്ട് മനസ്സിനെ നമുക്ക് കാമാക്കി വെക്കാൻ സാധിക്കും. നമ്മുടെ മൈൻഡിനെ ക്ലിയർ ആക്കാനായിട്ട് സാധിക്കും. നമ്മുടെ എനർജിനെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി റിലാക്സ് ആകും. ബ്രീത്തിങ് സ്ലോ ആവും. നെഗറ്റീവായിട്ടുള്ള എനർജിയൊക്കെ പതുക്കെ നമ്മുടെ നിന്നും പുറത്തേക്ക് പോകും. ഡെയിലി ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്താൽ തന്നെ നിങ്ങളുടെ പ്രസൻസ് മാറാൻ തുടങ്ങും. നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഫീല് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ തുടങ്ങും. നിങ്ങൾ കൂടുതൽ പീസ്ഫുൾ ആകാനായിട്ട് സാധിക്കും. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. പലപ്പോഴും നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണ്. പക്ഷെ ജീവിതത്തിൽ ഇതിനകം ഉള്ള ബ്ലെസ്സിങ്സ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ എനർജിയെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. നന്ദിയുള്ള മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഫ്രീക്വൻസിയിൽ ആയിരിക്കും. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ജീവനോടെ എണീക്കാൻ ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയതിൽ നന്ദി പറയാം. എനിക്ക് നല്ല ഭക്ഷണമുണ്ട് കഴിക്കാൻ. എനിക്കൊരു കുടുംബമുണ്ട്. അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദി പറയാൻ ശ്രമിക്കുക. പതുക്കെ നിങ്ങളുടെ ഓറ ബ്രൈറ്റർ ആകാനായിട്ട് തുടങ്ങും. അടുത്തത് സ്പീക്ക് ലെസ്, സ്പീക്ക് പവർഫുള്ളി. എല്ലാവരും കൂടുതലായി സംസാരിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പക്ഷെ പവർഫുൾ ആയിട്ടുള്ള ആളുകൾ ആവശ്യത്തിനേ സംസാരിക്കാറുള്ളൂ. അവർ സംസാരിക്കുമ്പോൾ വേർഡ്സിനൊരു ഭാരമുണ്ടാകും. കാമായിരിക്കും അവരുടെ വോയിസ്. സ്ലോ ആയിട്ടായിരിക്കും അവർ സംസാരിക്കുന്നത്. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. കാം വോയിസ്, സ്ലോ സ്പീച്ച്, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. ഇവ നിങ്ങളുടെ ഓറയെ എലഗൻ്റ് ആക്കും. ആളുകൾ നിങ്ങൾ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. അടുത്തത് ഗുഡ് പോസ്ചർ. നിങ്ങളുടെ ബോഡി പോസ്ചർ പോലും നിങ്ങളുടെ എനർജിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ കുനിഞ്ഞ് ആണ് നടക്കുന്നതെങ്കിൽ ലോ കോൺഫിഡൻസ് സിഗ്നൽ നൽകും. പക്ഷേ സ്ട്രെയിറ്റ് പോസ്ചർ, തല ഉയർത്തി സ്ലോ കോൺഫിഡൻറ്റ് വാക്കാണെങ്കിൽ ഇപ്പോൾ പവർഫുൾ ഓറ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ റൂമിലേക്ക് വാക്ക് ചെയ്ത് വരുമ്പോൾ പോലും ആളുകൾ നിങ്ങളുടെ കോൺഫിഡൻസ് നോട്ടീസ് ചെയ്യും. അടുത്തത് ഐ കോണ്ടാക്ട്. ഐ കോണ്ടാക്ട് ഒരു പവർഫുൾ എനർജി കണക്ഷനാണ്. കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ കണ്ണിൽ നോക്കാൻ അവോയ്ഡ് ചെയ്യും. പക്ഷേ സ്ട്രോങ് ഓറ ഉള്ള ആളുകൾ കാമായിട്ട് കണ്ണിൽ നോക്കിയായിരിക്കും സംസാരിക്കുന്നത്. അതിലൂടെ കോൺഫിഡൻസ്, ഹോണസ്റ്റി, പ്രസൻസ് ഇവ ഓട്ടോമാറ്റിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി ഹെൽത്തി ഫുഡ്. ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ മാത്രമല്ല നമ്മുടെ എനർജിയെയും അഫക്റ്റ് ചെയ്യുന്നു. ഹെവി ജങ്ക് ഫുഡ്, എക്സസ് ഷുഗർ, അൺഹെൽത്തി ഹാബിറ്റ്സ് ഇവ ബോഡിയെ ഡള്ളാക്കും, എനർജി റെഡ്യൂസ് ചെയ്യും. പക്ഷേ ഹെൽത്തി ഫുഡ്, ഫ്രൂട്ട്സ്, നട്ട്സ്, വെജിറ്റബിൾസ്, ധാരാളം വെള്ളം ഇവയൊക്കെ ബോഡിയെ ലൈറ്റ് ആക്കാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കി വെക്കുന്നു. ഓറ കൂടുതൽ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. ക്വാളിറ്റി സ്ലീപ്പ്, അതാണ് അടുത്ത പോയിന്റ്. പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ടയേർഡാകും, നമ്മുടെ ഫേസൊക്കെ ഡള്ളാകും, നമ്മുടെ എനർജി ലോ ആകും. പക്ഷേ നല്ല സ്ലീപ്പ് കിട്ടുമ്പോൾ നമ്മുടെ ബോഡി പതുക്കെ ഹീലാകും, നമ്മുടെ മൈൻഡ് റിഫ്രഷ് ആവും, ഓറ നാച്ചുറലി ബ്രൈറ്റർ ആകാൻ തുടങ്ങും. അതുകൊണ്ട് ലേറ്റ് നൈറ്റ് സ്ക്രോളിംഗ് ഒക്കെ കുറച്ചിട്ട് പീസ്ഫുൾ സ്ലീപ്പിന് പ്രയോറിറ്റി നൽകുക. അടുത്തത് പ്രൊട്ടക്റ്റ് യുവർ എനർജി. നമ്മൾ പരിചയപ്പെടുന്ന എല്ലാ ആളുകളും ഒരേ എനർജി ക്യാരി ചെയ്യുന്നവരല്ല. ചില ആളുകളോട് സംസാരിച്ചാൽ നമുക്ക് ഹാപ്പി ഫീൽ ചെയ്യും. പക്ഷേ ചിലരോട് സംസാരിച്ചാൽ നമ്മുടെ എനർജി ഡ്രെയിൻ ആയ പോലെ തോന്നും. നെഗറ്റീവ് ആളുകളിൽ നിന്ന് എപ്പോഴും ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ പീസ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ എനർജി വളരെ വാല്യുബിൾ ആണ്. ലാസ്റ്റ് പോയിന്റ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് സെൽഫ് ലവ്. ഓറ ശക്തമാക്കാനുള്ള ഏറ്റവും വലിയ സീക്രട്ട് സെൽഫ് ലവ് ആണ്.
നിങ്ങൾ നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ ലോകം നിങ്ങളെ ഒരിക്കലും പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ എനർജി എന്താണ്? നിങ്ങളുടെ എനർജി മാറാൻ തുടങ്ങും. നിങ്ങളുടെ ഫേസ് ഗ്ലോ ആകും. നിങ്ങളുടെ പ്രസൻസ് പവർഫുൾ ആകും. ഓർക്കുക, സെൽഫ് ലവ് എന്നത് സെൽഫിഷ് അല്ല, അത് ഇന്നർ ഹീലിംഗ് ആണ്. ഇതൊക്കെയാണ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ഓറ ശക്തമാക്കി എടുത്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇനി കുറച്ച് അഫർമേഷൻസ് ആണ്. ഈ അഫർമേഷൻസ് ഡെയിലി ഒരു മിററിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എന്തായാലും ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. നിങ്ങളൊരു 1 month ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് പറയുക. ഇതാണ് അഫർമേഷൻസ്. ഇപ്പോൾ ഈ അഫർമേഷൻസ് മനസ്സിൽ നിങ്ങൾ ആവർത്തിക്കുക. ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്. എൻ്റെ ഓറ ശക്തമാണ്. ഞാൻ പോസിറ്റീവ് എനർജി ആകർഷിക്കുന്നു. ഞാൻ വിജയത്തിന് അർഹനാണ്. ഞാൻ സമാധാനവും സന്തോഷവും നിറഞ്ഞവനാണ്. എൻ്റെ പ്രസൻസ് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നു. ഇത് ഡെയിലി പറയുക. അടുത്തത് വിഷ്വലൈസേഷനാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക. നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് കാമാക്കി വെക്കുക. ഇനി പതുക്കെ കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ മൈൻഡിൽ ഇമാജിൻ ചെയ്യുക. ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ ശരീരത്തെ ചുറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആ ലൈറ്റ് നിങ്ങളുടെ ഭയത്തെ ഇല്ലാതെയാക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങളിൽ കോൺഫിഡൻസ് നിറയ്ക്കുന്നു. നിങ്ങൾ സക്സസ് അട്രാക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് മനസ്സിൽ പറയുക, എൻ്റെ ഓറ ഓരോ ദിവസവും കൂടുതൽ ശക്തമാകുന്നു. ഇതും നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എന്തായാലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. ഓർമ്മിക്കുക, യഥാർത്ഥ പവർ എന്നത് പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണുള്ളത്. നിങ്ങളുടെ എനർജി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതവും മാറും. നിങ്ങളുടെ ഓറ ശക്തമാക്കൂ. സ്വയം വിശ്വസിക്കൂ. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓറ പ്രാക്ടീസ് എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി.